ഇന്ന് അവസാനിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് അവസാനിക്കാനാ മോളെ? ആ, പ്രിയങ്കയും സുകുമാരിയമ്മ എവിടെ? അവൾ അഡ്മിറ്റ് ചെയ്തോ? അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവര് രണ്ടുപേരും ഇപ്പൊ വരും. നിങ്ങൾ ഒരുമിച്ചല്ലേ പോയേ? പിന്നെ നിങ്ങൾ മാത്രം എന്താ തിരിച്ചു വന്നേ? അമ്മേ, സുകുമാരി മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ. ചില നേരത്ത് മറ്റുള്ളവരൊന്നും കണ്ണിപ്പിടിക്കില്ല. ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാ വേറെ വണ്ടി വിളിച്ചുവരാൻ ഞങ്ങളും പറഞ്ഞു. പത്മിനി, നീ ആ ഉർവശയും കൽപ്പനയും ഒന്നിങ്ങോട്ടൊന്ന് വിളിച്ചേ. എന്തിനാ അമ്മേ? നീ വിളിക്കേ, കാര്യമുള്ളത് കൊണ്ടല്ലേ. കൽപ്പനേ, ഉർവശി, ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു. അല്ല, അമ്മക്കിതെന്തു പറ്റി? ഓ, അങ്ങനെയൊന്നുമില്ല. എന്താ എടുത്തി? എന്തിനാ വിളിച്ചേ? വിളിപ്പിച്ചത് ഞാനാ. നിങ്ങൾക്കവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ വെറുതെ ഇരിക്കായിരുന്നു മുത്തശ്ശി. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രിയങ്കയും സുകുമാരിയും ഇപ്പൊ ഇവിടെ വരും. അവര് വന്ന് കയറുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം. അതെന്തിനാമേ? കാര്യമുണ്ടെന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് അവര് വരുമ്പോ ആചാരപരമായിട്ട് നമുക്കൊന്ന് സ്വീകരിച്ചേക്കാം, കുടുംബം ഒന്നിച്ച്. ഈ മുത്തശ്ശിക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ ഹോസ്പിറ്റലിൽ പോയപ്പോ മുത്തശ്ശിക്ക് വല്ല ഉറപ്പും കിട്ടിയോ കുഞ്ഞു വരുണിന്റേതാണെന്ന്? അല്ലെങ്കിൽ എപ്പോഴും സംശയമായിരുന്നല്ലോ. ഉറപ്പ് കിട്ടി. അമ്മേ, ചില കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പത്മിനി. പക്ഷെ അവര് വന്നാലേ അത് പറയാൻ പറ്റൂ. മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നമുക്കറിയില്ലല്ലോ അമ്മ.